ഹലോ. ഇന്ന് കുറച്ച് ചെടികൾ ഇങ്ങനെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴെന്താ നമ്മൾ അഡേനിയത്തിൻ്റെ പൂവൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് റോസിന് വരുന്ന എനിക്ക് മെയിനായിട്ട് വരുന്നൊരു പ്രശ്നം കേട്ടോ ഇത്. ഇങ്ങനെ നീരുറ്റി കുടിക്കുന്ന അതിൻ്റെ തളിർപ്പിലകൾ മൊത്തം മുട്ടൊക്കെ ഇങ്ങനെ നീരുറ്റി കുടിച്ച് ഇങ്ങനെ വയ്ക്കുന്നൊരു പ്രശ്നം കേട്ടോ. ഞാൻ നീമോയിലും ഒക്കെ റെമഡീസൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു പരിധി വരെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ തലപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. മെയിനായിട്ട് ഞാൻ ഇറങ്ങിയത് പെറ്റോണിയ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ കണ്ടപ്പോൾ അവരൊക്കെ ഒന്നുകൊണ്ട് ക്ലീൻ ചെയ്ത് കൊടുത്തു. അപ്പം അങ്ങനെയാണല്ലോ നമ്മൾ ഗാർഡനിലേക്ക് ഇറങ്ങുമ്പോഴാണ്, ഒരു പണിക്ക് ഇറങ്ങിയ ഒരുപാട് പണികൾ നമുക്ക് പുറകെ ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ ഗാർഡൻ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. പക്ഷെ നമ്മളതൊക്കെ ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ വെറുതെ ഒരു കമ്പ് ഇതിൽ റോസിൻ്റെ ചട്ടിയിൽ മുറിച്ച് വെച്ച് കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ പിടിച്ച് പൂവിട്ടിട്ടോ. ഇനി കുറച്ച് ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പെറ്റോണിയ തന്നെ എനിക്ക് ഞാൻ വിത്തിട്ടിട്ട് പിടിച്ച് കിട്ടിയിട്ടുള്ള 2 ചെടികളായി, ഒന്ന് വൈറ്റ് ഒരു വയലറ്റ് കേട്ടോ. അപ്പം ഞാൻ പുതിയ വിത്ത് മേടിച്ചിട്ട് വിത്തിട്ടിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ വലുതായി വരുന്ന ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കഷ്ണങ്ങൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പിടിപ്പിച്ച് വെക്കും കേട്ടോ. ഇത് എപ്പോൾ വേണമെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പറ്റുന്നൊരു ചെടിയാണ്. വെള്ളം 2 ദിവസം കൂടുമ്പോഴാണ് ഞാൻ കൊടുക്കാറുള്ളത് പെറ്റോണിക്ക്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും പെറ്റോണിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഇതിൽ നിന്ന് കട്ടിങ്സ് ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് നമ്മൾ കളയുന്നില്ല കേട്ടോ. മാക്സിമം ഇതിന് എടുക്കാൻ പറ്റുന്ന കമ്പൊക്കെ ഞാൻ എടുത്തിട്ട് വേറെ പിടിപ്പിക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ ചെയ്തെടുക്കുക വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇനി കാണിച്ചിട്ട് ഞാനിത് എപ്പോഴും കട്ടിങ്സ് പിടിപ്പിക്കാറ് ചെറിയ കമ്പ് മതി കേട്ടോ. നമ്മൾ പൂഴിയിലോ അല്ലെങ്കിൽ എംസാനിലോ ഒന്ന് ജസ്റ്റ് അമർത്തി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം നനച്ചിട്ട് അതുപോലെ പിടിപ്പിച്ചതാട്ടോ. അപ്പോൾ അതിന് മുട്ട വന്നു. എംസാനിലാട്ടോ ഈ ഇത് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.